കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഓവർ കോൺഫിഡൻസ് തന്ന പണി എന്ന് പറഞ്ഞ് ഞാനിട്ട വീഡിയോ. അത് നല്ല ഫ്ലോപ്പായപ്പോൾ എനിക്കൊരു വാശി കയറിയതാട്ടോ. നല്ല അടിപൊളി ബ്രെഡ് പുഡിങ് തന്നെ ഇനി ഉണ്ടാക്കണമെന്ന്. കേക്ക് ഉണ്ടാക്കാനൊന്നും നിന്നിട്ട് കേട്ടോ. ആ പരീക്ഷണത്തിൽ ഞാൻ ഇനി മുതിരണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി പുഡിങ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മാംഗോ ഒന്ന് പൾപ്പാക്കിയിട്ട് അതിലോട്ട് പഞ്ചസാര ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് മിൽക്കും പിന്നെ ഞാൻ മിൽക്ക് പൗഡറാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഏലക്കായും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മിക്സ്ചർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിത് ബ്രെഡ് കൊണ്ടാണ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ബ്രെഡ് ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്നു കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഒഴിക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ പിസ്തയോ ബദാമോ എന്താ ഉള്ളത് അത് ഇടാം കേട്ടോ. ഞാനിപ്പോൾ പീനട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലെയറാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മിക്സ്ചർ വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ലെയറിംഗ് ഒക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ബ്രെഡും വെച്ചിട്ട് പിന്നെയും ആ മിക്സ്ചർ ഒഴിച്ച് റെഡിയാക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ മിക്സ്ചറിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ബ്രെഡ് പുഡിങ് നിങ്ങൾ എങ്ങനെയായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിഞ്ഞത് ഫ്ലോപ്പായപ്പോൾ ഉണ്ടായിരുന്ന വിഷമം മുഴുവൻ ഇതിൽ തീർന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പഴുത്ത മാങ്ങയും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. പിന്നെ ഇനി ഡെക്കറേഷന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഓരോന്ന് ചെയ്യാം. നമ്മൾ കലാവിരുദ്ധിനനുസരിച്ച് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കലാവിരുദ്ധിനനുസരിച്ച് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഞാൻ ആ മിക്സ്ചറിലോട്ടും കൂടെ ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതൊരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാവേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്